പ്രഫുൽ കൃഷ്ണ ഇപ്പോൾ സംസാരിക്കുകയാണ്. വടകരയിലാണ് പ്രഫുൽ കൃഷ്ണ NDA സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാകുന്നത്. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങിച്ചു. ആരുടെ പണം കൊണ്ട്? എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചാണ് ഈ അഴിമതി നടത്തിയത്. 450 രൂപയുടെ PPE കിറ്റ് 1500-നും 2000 രൂപയ്ക്കുമാണ് സംസ്ഥാന സർക്കാർ വാങ്ങിച്ചത്. ആർക്കാ നഷ്ടം വന്നത്? ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ഒരു മന്ത്രി. ആ മന്ത്രിയെ കുറിച്ച് വടകരയിലെ വോട്ടർമാർക്ക് കൃത്യമായ ധാരണയുണ്ട്. പിന്നെ വടകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം UDF എന്താണ് വടകരയ്ക്ക് വേണ്ടി ചെയ്തത്? ഇന്നും വികസന മുരടിപ്പിന്റെ ബാക്കിപത്രമായി വടകര പാർലമെന്റ് മണ്ഡലം മാറിയിരിക്കുകയാണ്. ഒരു വികസന പദ്ധതികളുമില്ല. വടകരയിൽ എന്ത് വികസനമുണ്ടോ അത് നരേന്ദ്രമോദി കൊടുത്ത വികസനമാണ്. വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായ കോടിക്കണക്കിന് രൂപയുടെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ആര് കൊടുത്തതാ? നരേന്ദ്രമോദി കൊടുത്തത്. വടകരയുടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ആരാ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ ഈ MPക്ക് വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്താത്ത ഒരൊറ്റ വീട് പോലും ഈ വടകരയിലില്ല, കേരളത്തിലില്ല, ഇന്ത്യ മഹാരാജ്യത്തിലില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീട് ലഭിച്ച ആയിരക്കണക്കിന് പേരുണ്ട്. പ്രധാനമന്ത്രി ഇൻഷുറൻസ് പരിരക്ഷ അത് കിട്ടിയവരുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയവരുണ്ട്. കിസാൻ സമ്മാൻ നിധി കിട്ടിയ 2000 രൂപ വീതം പ്രഫുൽ കൃഷ്ണ വടകരയിലെ NDA സ്ഥാനാർത്ഥി സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്.